കേരളത്തിലും സംഘപരിവാർ മേധാവിത്വത്തിന് പരിശ്രമമെന്ന് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് കോൺഗ്രസ് സഹായിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത്. ഇതിനെ ചെറുക്കാൻ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യനിര ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം സംഘപരിവാറിന്റെ അതേ പകർപ്പാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമി എന്നും ഇവരുമായി സഖ്യം ചേരുകയാണ് കോൺഗ്രസും UDF എന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമി SDPI UDF കൂട്ടുകെട്ട് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. പാങ്ങോട് വാർഡിൽ UDF സിറ്റിംഗ് സീറ്റിൽ എങ്ങനെയാണ് SDPI വിജയിച്ചത്? ഇത് തൃശൂരിലെ BJP വിജയത്തിന്റെ തനി ആവർത്തനം തന്നെയാണ്. തരാതരം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് സംസ്ഥാന താല്പര്യത്തിന് എതിരാണ്. കേരളത്തെ പുകഴ്ത്തിയ സ്വന്തം നേതാവിനെ കോൺഗ്രസ് തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പദ്ധതികളെ തടയുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF പ്രക്ഷോഭം നടത്തിയെന്നും പക്ഷെ ഈ സമരത്തിന് UDF പുറംതിരിഞ്ഞു നിന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളം മെച്ചപ്പെടരുത് എന്ന നിലയിൽ കോൺഗ്രസ് അധംപതിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങൾ വീണ്ടും LDFന് അവസരം നൽകുമെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ സർക്കാരിലുണ്ട്. വികസനത്തിലും സാമൂഹ്യ ക്ഷേമത്തിനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. അടിസ്ഥാനരഹിത ആരോപണങ്ങളും വ്യാജ നിർമ്മിതികളും ജനങ്ങൾ സ്വീകരിക്കുകയില്ല. വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ജനങ്ങൾ വീണ്ടും അനുവദിക്കുകയും ചെയ്യും. ഇതിന് വീണ്ടും അവസരം ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും പിണറായി വിജയൻ പറയുകയാണ്. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയും നൂതന സമൂഹവുമായി മാറ്റും. നവകേരളം യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന് സംസ്ഥാനത്തിന് എതിരായ താല്പര്യങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറയുന്നുണ്ട്. കേരളത്തെ പുകഴ്ത്തിയ സ്വന്തം നേതാവിനെ കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട്. ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് സംസ്ഥാനത്തിന് എതിരായ താല്പര്യങ്ങളാണ് എന്നും മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. കേരളത്തെ പുകഴ്ത്തിയ സ്വന്തം നേതാവിനെ കോൺഗ്രസ് തള്ളി പറഞ്ഞു. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. കേരളത്തിന്റെ വികസന പദ്ധതികളെ തടയുകയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ലക്ഷ്യം. വ്യവസായങ്ങൾ വരാത്ത സംസ്ഥാനം എന്ന ദുഷ്പ്രചരണം ഇനി നടത്താൻ സാധിക്കുകയില്ല. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. 6200 സ്റ്റാർട്ടപ്പുകളിലൂടെ 62,000 തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അടിസ്ഥാനരഹിത ആരോപണങ്ങളും വ്യാജ നിർമ്മിതികളും ജനങ്ങൾ സ്വീകരിക്കില്ല എന്നും വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ജനങ്ങൾ വീണ്ടും അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. ഇതിന് വീണ്ടും അവസരം ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, സംഘപരിവാറിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഒരേ സമയം ഒപ്പം കൂട്ടുന്ന UDFന്റെ സമീപനങ്ങളെ മുഖ്യമന്ത്രി ലേഖനത്തിൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ്.